നമസ്കാരം. അമൃതാണ്. തമിഴിൽ നമ്മുടെ ആദിക് രവിചന്ദ്രൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലിൽ ആ ഒരു ജോൺറേ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഇതിന് ട്രailer കട്ട്സ് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ എടുക്കുന്ന സിനിമയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു, കാരണം മോഹൻലാലും ദിലീപും കൂടെ ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് അത് വേറെ റേഞ്ചിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഈ സിനിമ അങ്ങോട്ട് വർക്കായില്ല. ഇതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ടിൽ പോലും ഒരു എനർജി ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ തുടക്കം മുതൽ അങ്ങോട്ട് പരിപാടി തുടങ്ങും. അത് ഈ വെറുതെ ക്യാമറ പല ആംഗിളിൽ എടുത്തിട്ട് വളരെ ഫാസ്റ്റ് കട്ട്സ് കൊടുക്കുന്നതിലൊന്നും അല്ല. അതിനകത്ത് സ്ക്രിപ്റ്റിങ്ങും ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും വളരെ ഒരു ക്രൈം മോട്ടോയിൽ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നാൽ പോലും നമുക്ക് ചിരി വരണം. ആ ഒരു സാധനമാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ട് വർക്കായിട്ടില്ല. പിന്നെ പഴയ സിനിമകളുടെ കുറേ റെഫറൻസ് ഉണ്ട്. പക്ഷേ ആ റെഫറൻസസ് പോലും ആ ഒരു പ്രോപ്പർ കണക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു ചിരി വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്ക് അങ്ങോട്ട് ചിരി വന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓഡിയൻസിനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ള റിയാക്ഷൻസ് എങ്ങനെയാണ്, എല്ലാവരും നമ്മളെപ്പോലുള്ളൊരവസ്ഥയിലായിരുന്നു ഇരുന്നത് എന്ന് വെച്ചിട്ട് സിനിമ മോശമെന്ന് ഞാൻ പറയില്ല. സിനിമയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്, കുറേയൊക്കെ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനെയും കൂടെ ഒരുമിച്ച് സ്ക്രീനിൽ കിട്ടിയപ്പോൾ അവരുടെ ഇടയിലുള്ള അതും കുറേ റെഫറൻസസ് ഉണ്ട്. അതായത് ഈ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കണക്ട് ചെയ്ത സംഭവങ്ങൾ എനിക്ക് ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ചെങ്കിലും ഒരു അവിടെയും ഭയങ്കര അങ്ങ് ചിരിച്ചാർമാദിക്കാനൊന്നുമില്ല. പക്ഷേ എങ്കിലും ഓക്കെ എന്ന് ഫീൽ ചെയ്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ അങ്ങ് അലറി വിളിച്ചുള്ള പെർഫോമൻസ് കാരണം. അത് ഈ ആദിക് രവിചന്ദ്രൻ്റെ സിനിമ എടുത്താലും എസ് സൂര്യയുടെ ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു മാസ്റ്റർ എന്ന് പറയുന്നത് ആക്ടിങ് സൈഡിൽ എസ് സൂര്യ തന്നെയാണ്. അതിൻ്റെ റേഞ്ച് വേറെയാണ്. അപ്പം ഇങ്ങനൊരു സിനിമ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് അഭിനയിക്കുന്ന എല്ലാവരും ആ റേഞ്ച് പിടിക്കണം. ഇപ്പം മോഹൻലാലിനും ദിലീപിനും ഒന്നും അങ്ങനത്തെ ഒരു റേഞ്ചിൽ പിടിക്കാൻ കഴിവില്ലാത്തവരൊന്നും അല്ല. അവരുടേതായിട്ടുള്ള ലെവലിൽ അതിനെ കുറച്ചും കൂടെ ഇൻപുട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷേ എന്തോ സ്ക്രിപ്റ്റും ഇതൊന്നും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. എല്ലാം കൂടെ ഒരു അവിയൽ പരിപാടിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ഫഹിം സഫർ ഒരു 3 പേരാണ്. നൂറിൻ ഷെരീഫ്, ധനഞ്ജയ് ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ട് ആദിക് രവിചന്ദ്രൻ എടുക്കുന്ന സിനിമ അത്രത്തോളം നമ്മളിൽ കണക്റ്റ് ആവും. അതും ആദ്യം പുള്ളി ചെയ്ത സിനിമ, അതിൻ്റെ പേരെന്തുവായിരുന്നു, അത് ഇതേ സെയിം ജോണറിൽ വരുന്ന ഒരു സംഭവമാണ് മാർക്ക് ആൻ്റണി. ഈ മാർക്ക് ആൻ്റണി എടുത്താൽ ഇവർ ആദ്യം ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, അതിലാണത് നമ്മളങ്ങ് പിടിച്ചിരുത്തുന്നത്. അവിടെ പിന്നെ ഈ സിനിമ ഒരു പാരലൽ യൂണിവേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാണണമെന്നോ ഒന്നും എഴുതി കാണിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവരെ തുടക്കത്തിൽ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ വേറൊരു വേൾഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു വേൾഡ് ബിൽഡിങ് ഈ സിനിമയ്ക്കകത്ത് തുടക്കത്തിലേ കിട്ടിയില്ല. കാരണം തുടക്കത്തിലൊരു ഔട്ട്ഡോറിൽ കുറേ കുട്ടികളുടെ കുറച്ച് സംഭവങ്ങൾ, അവരിലൂടെയാണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരിങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തി വരുന്ന, അങ്ങനെയാണ് ഈ കഥയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്. അവിടെ നിന്ന് തന്നെ ഒരു പവറോ ഇമ്പാക്റ്റോ ഒന്നും ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൊന്നും ഒരു പവർ കിട്ടിയില്ല. പിന്നെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൂടെ വന്നിട്ട് വേണം പെർഫോം ചെയ്യാൻ. പിന്നെ ദിലീപിൻ്റെ എൻട്രി കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഒരു രസം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടെ ഒന്നും ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു അവരെന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സാധനം അങ്ങോട്ട് സിങ്കായിട്ട് കിട്ടുന്നില്ല. അതിനി റൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ അതേ ഇനി ഡയറക്ഷൻ്റെ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൽ ഇവർ ട്രൈ ചെയ്തിട്ടുണ്ട്, ക്യാമറ വെച്ചും എഡിറ്റ്സും ഒക്കെ വെച്ച് കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് കട്ട്സ് പെട്ടെന്നാണ് സിനിമ പോണത്. പക്ഷേ അങ്ങനെ സിനിമ പോകുമ്പോഴും ആ ഒരു കോമഡി എലിമെൻറ്റ്സ് ഒന്നും അങ്ങോട്ട് കറക്റ്റിന് സോക്കറ്റിൽ വീഴുന്നില്ല. അവിടെ എനിക്ക് കുറച്ച് നിരാശ തന്നെ തോന്നി. ഇപ്പം ഞാനിത് ആദിക് രവിചന്ദ്രൻ്റെ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറയല്ല, പക്ഷേ എങ്കിലും ആ ഒരു സ്റ്റൈലിലാണ് ഈ സിനിമ. അപ്പോൾ ആ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലെ പാട്ടുകളും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര വീക്കായിരുന്നു. ഇത് ആര് ചെയ്തിരിക്കുന്നതാണ്? ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ വിനീതിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ളതിൽ ഇവരാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു തോന്നുന്നു. കാരണം ഈ ഒരു ജോൺറേ ആര് ട്രീറ്റ് ചെയ്താൽ ശരിയാവും എന്നുള്ളതിലൊക്കെ ഇവർക്ക് ആ കൺഫ്യൂഷനായിരുന്നു തോന്നുന്നു. കാസ്റ്റിംഗ് ഒരുപാട് ആക്ടേഴ്സിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. വേൾഡ് ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സംഭവമാണ് ഈ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രഫി പിന്നെ ഓക്കെയാണ്. അതിൻ്റെ ഒരു കളർ ടോൺ ആയിരുന്നാലും പിന്നെ അവരുടെ കോസ്റ്റ്യൂം അതെല്ലാം കൂടെ അങ്ങോട്ട് കണക്റ്റായാൽ മാത്രമേ ഈ ഒരു സാധനം വർക്ക് ആവത്തുള്ളൂ. പിന്നെ അൾട്ടിമേറ്റ്ലി തിരക്കഥയുടെ പവറാണ് ഇങ്ങനത്തെ സിനിമകളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആദിക് രവിചന്ദ്രൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ എഴുതുന്ന സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ എന്ത് ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളതൊക്കെ പുള്ളിക്ക് നല്ല പ്ലാനുണ്ട്. ആ ഒരു സിങ്ക്, അതായത് റൈറ്റിങ്ങും ഡയറക്ഷനും കൂടെ ഉള്ളൊരു സിങ്ക് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് അങ്ങോട്ട് പെർഫെക്ഷനിൽ എത്തിയിട്ടില്ല. അപ്പോൾ ധ്യാൻ വിനീതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വിനീത് ശ്രീനിവാസൻ കുറേയൊക്കെ ആ ഒരു സംഭവം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആളുടെ കയ്യിലും ആ ഒരു ക്യാരക്ടർ നിൽക്കുന്ന കണക്ക് എനിക്ക് തോന്നിയില്ല.
അങ്ങനെ ഒരുവിധം തട്ടിക്കൂട്ടി ഫസ്റ്റ് ഹാഫ് പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലെത്തിയപ്പോഴത്തേക്ക് ലാലേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ ഒരു രസമുണ്ടായിരുന്നു. അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനി ഇത് വേറെ റേഞ്ചിലോട്ട് മാറും എന്നുള്ളത്. പക്ഷേ അവിടെ നിന്നും അങ്ങോട്ടൊരു ലാലേട്ടൻ വന്ന കുറച്ച് സീനുകളൊക്കെ ഒരു രസമുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു ക്യാരക്ടർ വന്നിട്ടും ഈ സിനിമ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടുന്നില്ല. അത് മെയിനായിട്ട് ആക്ടേഴ്സിൻ്റെ പ്രശ്നമൊന്നുമല്ല, തിരക്കഥയിൽ ആ ഒരു പവർ കിട്ടാതിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് ഈ സിനിമ അത്രത്തോളം വർക്കായില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ വർക്കായെന്ന് വരാം. കാരണം ഈ അടുത്ത കാലത്ത് വന്ന മലയാള സിനിമകൾ, ഞാൻ വളരെ റെയറായിട്ട് നല്ല സിനിമകൾ ഫീഡ്ബാക്സ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് തന്നെ. ഇപ്പോൾ ഇക്കോ കണ്ടപ്പോഴായിരുന്നാലും കളങ്കാവൽ കണ്ടപ്പോഴായിരുന്നാലും മലയാള സിനിമ ഒരുപാട് റിഫൈൻഡ് ആകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു റിഫൈൻമെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തതിന് കാരണം യൂഷ്വലി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു തിരക്കഥാ ശൈലി ഇതെല്ലാം മാറി. ഇപ്പോൾ സ്റ്റോറി ലൈൻ പഴയതായിരിക്കാം, പക്ഷേ എങ്കിലും അതിനെ പുതുമയോടുകൂടി എടുത്തു വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. പുതിയ ന്യൂജൻ ഡയറക്ടേഴ്സൊക്കെ ഒരു പുതിയ അപ്രോച്ച് പിടിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അവിടെയാണ് ഞാൻ ആ ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞത്. അതായത് സിമിലർ സ്റ്റോറി നമ്മൾ വേറെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്ത് പുതിയ രീതിയിൽ സിനിമ എടുത്തു വയ്ക്കുമ്പോഴും നമുക്ക് ആ ഒരു പുതുമ ഫീൽ ചെയ്യും. ഇപ്പോൾ ഈക്കോ ഒക്കെ അതിന് നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ട് അതുപോലുള്ള പുതിയ പുതിയ പുതുമയുള്ള സംഭവങ്ങൾ വരണമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഇത്തരം സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതിപ്പോൾ ഞാൻ ഈ സിനിമയെന്നല്ല, ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നുന്ന സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്യത്തില്ല. ഇപ്പോൾ ഈ സിനിമ തന്നെ ഞാൻ റിവ്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. പക്ഷേ പിന്നെ എന്തായാലും പേഴ്സണൽ ഒപ്പീനിയൻ ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വെച്ചിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് എത്രത്തോളം വർക്കാകാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.